ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് മന്തി കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, അത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിൻ്റെ റൈസ് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പിന്നെ ബീഫ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫെയിലായി പോവില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഈ ഗോൾഡൻ നിറമുള്ള ബസ്മതി റൈസ് എടുക്കാം കേട്ടോ. ഇതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബീഫാണ്. അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയ്ക്ക് വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ അതൊന്ന് ചുങ്ങി വരും. എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് 2 പീസ് കറാമ്പട്ട, ഒരു 5 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയും അതുപോലെ ഒരു മാഗി ക്യൂബും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതായിരുന്നു, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴന്ന് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ബീഫിന് നല്ല വേവുള്ള ബീഫാണ്, ഒരു 8 വിസിലൊക്കെ ആവശ്യമുള്ള ബീഫാണ് കേട്ടോ. അപ്പം ഞാനിതൊരു 7 വിസിൽ ആവുന്നവരേക്ക് അടുപ്പത്ത് വെക്കുന്നുണ്ട്, 7 വിസിൽ അടിക്കുന്നവരേക്ക് അടുപ്പത്ത് വെക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും, 5 വിസിലൊക്കെ അടിച്ചാൽ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളൊരു 4 വിസിലൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് അടച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 വിസിൽ വന്നിരുന്നു. അപ്പോൾ ഞാനത് ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 95% വേവും ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ദം ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് മുഴുവനും ഇതുപോലെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് വെള്ളമാണ് കേട്ടോ അതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം എത്രയ്ക്ക് ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഞാനൊരു 5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 7.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ നമുക്ക് ഈ ബീഫിൽ നിന്ന് ഒരു 3.5 കപ്പ് വെള്ളമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബീഫെല്ലാം ഞാൻ ഇതുപോലെ ഒരു ചെമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയും ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മന്തിക്ക് ഒരു സ്പെഷ്യലായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 80% വേവായിട്ടുണ്ട്. നമ്മുടെ റൈസ് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് ഒട്ടി പിടിക്കാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ബീഫ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗം ഫ്രൈ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പകുതി റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ റൈസ് പകുതി ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് അതുപോലെ 1 ടീസ്പൂണ് മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ ബാക്കിയുള്ള റൈസ് മുഴുവനും ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ റൈസ് മുഴുവനും ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് നടുകെ കീറിയിട്ടാവുന്ന ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഇതിന് മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കനലോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചതോ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ചതോ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ പുക പുറത്തേക്ക് പോവാണ്ട് നല്ലോണം അടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു അരമണിക്കൂർ നമ്മുടെ മന്തി ദം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ചെറിയ കനലിൽ ദം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. ഇനി നമുക്കിതിൻ്റെ റൈസ് മുഴുവനും മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ചെമ്പട്ടിയിലേക്ക് നമ്മുടെ റൈസ് മുഴുവനും കോരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള നമ്മുടെ ബീഫില്ലേ, അതൊക്കെ നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഈ ചെമ്പട്ടിയിലേക്ക് തന്നെ നമ്മുടെ റൈസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീഫിൽ മസാലയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചോറ് റൈസ് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള മന്തി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന മന്തിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.